ഒഴിവാക്കണം. ഇടത് കൈ കൊണ്ട് ഒരിക്കലും ഭക്ഷണം കഴിക്കുകയോ വെള്ളം കുടിക്കുകയോ ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ മറ്റു ചിലർ വെള്ളം കുടിക്കുമ്പോൾ ഇടത് കൈ കൊണ്ട് കുടിക്കുകയും അതിനടിയിൽ ഒന്ന് താങ്ങി കൊടുക്കുകയും ചെയ്യും. യഥാർത്ഥത്തിൽ അല്ലാഹു അലം, നീ വെള്ളം കുടിക്കുന്ന സന്ദർഭത്തിൽ, ഭക്ഷണം കഴിക്കുന്ന സന്ദർഭത്തിൽ ഏറ്റവും പ്രബലമായ കൈ വലതായിരിക്കണം. വലതിലാണ് നിന്റെ പ്രധാന ഊന്നൽ ഉണ്ടാകേണ്ടത്. ഇടത് നീ ഭാരം കൊടുക്കാൻ വേണ്ടി വെച്ചാൽ കുഴപ്പമില്ല, എന്താ പറയുക, ഇടത് സെക്കൻഡറി ആയാൽ കുഴപ്പമില്ല, ഫസ്റ്റ് വലത് തന്നെ ആയിരിക്കണം. അപ്പോഴാണ് വലത് കൊണ്ട് കുടിച്ചു എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഇടത് കൊണ്ട് കുടിച്ചു, വലത് അതിനെ താങ്ങി നിർത്തി എന്നേ പറയാൻ സാധിക്കുന്നുള്ളൂ. വലത് കൊണ്ട് തന്നെ ഭക്ഷിക്കുകയും വലത് കൈ കൊണ്ട് തന്നെ കുടിക്കുകയും ചെയ്യുക എന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഗൗരവത്തിൽ പഠിപ്പിച്ച മര്യാദകളിൽ ഒന്നാണ്. അത് ഒഴിവാക്കരുത്. ചില ആളുകൾ ഇന്ന് ഈ കാലത്ത് ടേബിൾ മാനേഴ്സ് എന്ന പേരിൽ മറ്റു പല പേരുകളിലും വെച്ച് ഇങ്ങനെ ചില കാര്യങ്ങൾ ചെയ്യുന്നത്. ആലോചിച്ച് നോക്കൂ, ബുദ്ധിപരമായി ചിന്തിച്ചാൽ തന്നെ മനുഷ്യൻ ഇടത് കൈ കൊണ്ടാണ് വൃത്തികേടുകൾ ശുദ്ധീകരിക്കുന്നത്. ആ കൈ കൊണ്ട് പാത്രം പിടിക്കുന്നതിൽ എന്ത് വൃത്തിയാണുള്ളത്? അതെങ്ങനെയാണ് ബുദ്ധിക്ക് യോജിക്കുന്നത്? വലതേ കൈ ഭക്ഷണത്തിനുള്ളതാണ്. ശരി, ഒരാൾ വളരെ വൃത്തിയിൽ ഉപയോഗിക്കുന്ന ഒരു ഗ്ലാസ് അതിൽ തൻ്റെ ഭക്ഷണമാകാതിരിക്കുക എന്ന ഉദ്ദേശമുണ്ട്. അവൻ ആദ്യം കൈ ഭക്ഷണമൊക്കെ അവൻ കയ്യിലുള്ള ഭക്ഷണം അല്ലെങ്കിൽ തുടക്കുകയോ വല്ല ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് കൈ തുടക്കുക, എന്നിട്ട് ഗ്ലാസ് എടുത്തോട്ടെ. ഗ്ലാസ്സിൽ ഭക്ഷണമാകുമെന്നതാണ് അവൻ്റെ പ്രശ്നമെങ്കിൽ കൈ കൊണ്ട് ഒരു ടിഷ്യൂ എടുത്തിട്ട് കൈ തുടക്കുക, എന്നിട്ട് വലത് കൈ കൊണ്ട് തന്നെ വെള്ളം കുടിക്കട്ടെ.